ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇവര് പറയുന്നത് നല്ല കാര്യമാണ്. പക്ഷെ രാജു ഒരിക്കലും രമ്യയെ കല്യാണം കഴിക്കില്ല. ഞാൻ എന്ത് ചെയ്യാനാ? നിങ്ങളുടെ മക്കളൊക്കെ രക്ഷപ്പെടാനുള്ള ഒരു നല്ല കാര്യമാണ് ഞാൻ ഈ പറയുന്നേ. വിക്ടോറിയ രാജ്ഞി അവിടെ എന്തോന്നായി ചെയ്യുന്നേ? മുറ്റത്ത് പടം വരയ്ക്കുന്നു. എന്തോന്നാ നിങ്ങൾ കാണിക്കണേ? ഞാൻ കോലം വരയ്ക്കുക അച്ഛാ. തമിഴ്നാട്ടിൽ ജീവിച്ചിരുന്നപ്പോ ഉള്ള ശീലോ. ദൈവമേ, പ്രിയ ഒന്നുകൂട്ട് വന്നേ. എന്താ അച്ഛാ? നീ രാവിലെ കാപ്പിക്ക് എന്താ പറഞ്ഞേ? പുട്ടും മുട്ടക്കറി. കിടക്കണോ പുട്ടും മുട്ടക്കറിയും? 2 കിലോ പുട്ട് ഓടിയെടുത്താ ഇവര് ഈ പടം വരച്ചത്. ഈ തളയ്ക്കൊന്ന് പിരിയാവിയാ. നിങ്ങളെ ഇന്ന് ഇവിടെ കെട്ടിയടിക്കും. കളിക്കല്ലേ? വിടില്ല വിടില്ല. കളിക്കല്ലേ? ആരത്? സൂര്യമംഗലം കൊട്ടാരത്തിലെ സരസ്വതി മേഡം അല്ലേ? നമസ്കാരം. വേണു നിന്നെ മനസ്സിലായോ? പിന്നെ മനസ്സിലാവാതിരിക്കോ? സൂര്യമംഗലം കൊട്ടാരത്തെയും അവിടുത്തെ മനുഷ്യയും എനിക്കങ്ങനെ മറക്കാൻ പറ്റുമോ മാഡം? വേണു ഞങ്ങളുടെ ഡ്രൈവർ മാത്രമായിരുന്നില്ലല്ലോ, കൊട്ടാരത്തിലെ ഒരു അംഗം കൂടി ആയിരുന്നില്ലേ? അതെ മാഡം. ആ മാഡം വരൂ. എല്ലാരും ഒന്ന് പരിചയപ്പെടുത്തു വേണു. എനിക്ക് ആരെ അറിയില്ല. ഭാര്യ രാധമ്മ ഇവിടെയില്ല. അവള് ബാങ്കിലെ ഒരു കാര്യത്തിന് വേണ്ടി പോയിരിക്കുക. ഇത് മൂത്ത മകൾ പ്രിയ. ഇത് അവളുടെ ഭർത്താവ് ജയൻ. മറ്റൊരു മകള് ശ്രീലക്ഷ്മി. അവളുടെ കല്യാണം കഴിഞ്ഞു, ഭർത്താവിനോടൊപ്പം താമസിക്കുക. പിന്നെ രാജുവിനെ അറിയാലോ. രാജു വേണുവിന്റെ മോനാണെന്ന് ഞാൻ ഇന്ന് അറിഞ്ഞത്. എന്നെ പരിചയപ്പെടുത്തിയില്ല. ഇതെന്റെ അമ്മ 2 ദിവസത്തേക്ക് വിരുന്നിന് വന്നതാ. ഇന്ന് വൈകുന്നേരമോ നാളെ രാവിലെ പോകും. പേരെന്താ? പേര് കൊച്ചമ്മണി. പിന്നെ അച്ഛനും അമ്മയും ഇട്ട പേര് ചാരുലത. ഓ, പിന്നെ ജാതകം എഴുതിയ ആള് പറഞ്ഞ ആ പേര് പറ്റൂലെന്ന്. മാഡം വാ, അകത്തേയിരിക്കാം. നിങ്ങളെന്താ ഇവിടെ? അത് ഞങ്ങള് രാധമ്മയെ കാണാൻ വേണ്ടി കാത്തു നിന്നതാ. രാധമ്മ ബാങ്കിലേക്ക് പോന്നിട്ടുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞു. എന്നാ ഇവിടെ വെച്ച് കണ്ടേക്കാന്ന് ഞങ്ങളും കരുതി. അത് മറ്റൊന്നും കൊണ്ടല്ല രാധമേ. ചില കാര്യങ്ങള് നിങ്ങളുടെ വീട്ടിൽ വെച്ച് പറയാൻ പറ്റില്ല. അവിടെ എപ്പോഴും ഒരു ഉത്സവത്തിനുള്ള ആളുണ്ടാവും.
ഞങ്ങൾക്ക് രാധമ്മയോട് മാത്രമായിട്ട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അതാ ഇങ്ങോട്ട് വന്നത്. എന്താ രമ്യ? അത് ഞാൻ പറയാം. മാറ്റർ പഴയത് തന്നെയാ രാധമേ. രാജുവിന്റെയും രമ്യയുടെയും കല്യാണ കാര്യം. അതില് ഞാൻ ഒറ്റയ്ക്കെന്ത് തീരുമാനം പറയാനാ രുക്മിണി? ഞങ്ങൾ പറയുന്നത് കേട്ടിട്ട് സാവധാനം ആലോചിച്ചൊരു തീരുമാനം എടുത്താ മതി. പറയമ്മേ. മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഇവൾക്ക് രാജുവിനോടുള്ള ഇഷ്ടം. രാജു എന്ന് പറഞ്ഞ ഒരുമാതിരി ഭ്രാന്ത് പോലെയാ ഇവൾക്ക്. അതാ പലവട്ടം നാണം കെട്ടിട്ടും വീണ്ടും വീണ്ടും ഞങ്ങൾ പുറകെ വരുന്നത്. ഇവൾക്ക് രാജുവിനേക്കാൾ നല്ല 100 ചെറുപ്പക്കാരെ കിട്ടും. പക്ഷേ ഇവൾക്ക് രാജുവിനെ മതിയല്ലോ. അമ്മേ, കാര്യം പറ. പറയാം രാധമ്മേ. ഞാനൊരു ഡിമാൻഡ് വെക്കാം. അത് ഇവൾക്ക് വേണ്ടി മാത്രം ചെയ്യുന്നൊരു വിട്ടുവീഴ്ചയാ. രാജുവിന്റെ രമ്യയുടെ കല്യാണം നടത്തി കൊടുത്താൽ ശ്രീലക്ഷ്മിയെ ഞാൻ എന്റെ മരുമകളായി അംഗീകരിക്കാം. ഹരീഷിനോടുള്ള വൈരാഗ്യം മറന്ന് ഞാൻ അവനെ വീട്ടിലേക്ക് വിളിക്കാം. മാത്രമല്ല, ഹരീഷിന് അവകാശപ്പെട്ട സ്വത്ത് ഞാൻ അവന് കൊടുക്കുകയും ചെയ്യാം. അവനിപ്പം ദാരിദ്ര്യത്തിലും ബുദ്ധിമുട്ടിലും ആണെന്ന് ഞാൻ കേട്ടു. ഒരു ഓട്ടോറിക്ഷ ഓടിച്ചാൽ എന്ത് കിട്ടാനാ? രുക്മിണി പറയുന്നത് ശരിയാ. പക്ഷേ അമ്മ ഹരീഷിനുള്ള ഷെയർ കൊടുത്താൽ ഹരീഷിന്റെയും ശ്രീലക്ഷ്മിയുടെയും ലൈഫ് സേഫ് ആവും. ആ, സേഫ് ആവൂന്ന് മാത്രമല്ല, അവൻ എന്റെ മകനായി തന്നെ നാട്ടിൽ തലയുയർത്തി നടക്കുകയും ചെയ്യാം. ഇവര് പറയുന്നത് നല്ല കാര്യമാണ്. പക്ഷെ രാജു ഒരിക്കലും രമ്യയെ കല്യാണം കഴിക്കില്ല. ഞാൻ എന്ത് ചെയ്യാനാ? നിങ്ങളുടെ മക്കളൊക്കെ രക്ഷപ്പെടാനുള്ള ഒരു നല്ല കാര്യമാണ് ഞാൻ ഈ പറയുന്നേ. ആലോചിച്ച് ഒരു തീരുമാനം എടുക്കണം. രാധമ്മേ, നിങ്ങളൊന്ന് സ്റ്റേൺ ആവണം. ആ, നിങ്ങൾ ആ വീട്ടിലെ കുടുംബിനി.